ഇപ്പോഴത്തെ മീൻകറി പൊടി അല്ലേ, ഇപ്പോഴത്തെ പൊടി ഇങ്ങനത്തെ പൊടിയെടുത്ത് തട്ടുന്നു, അതെടുത്ത് തട്ടുന്നു, ഇതെടുത്ത് തട്ടുന്നു, കഴിക്കുന്നു, കുക്കറിൽ വെക്കുന്നു, റെഡി അടിക്കുന്നു, മറ്റേ ചീനിച്ചട്ടി വയ്ക്കുന്നു. അതൊന്നും അല്ല മീൻകറി. ഉള്ള എൻ്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവർ പണ്ട് മല്ലി, മുളക് ഇതെല്ലാം ചട്ടിയിലിട്ട് ചീച്ചട്ടിയിട്ട് വറുക്കും. നന്നായിട്ട് വറുത്തിട്ട് ഇപ്പോഴത്തെ മഞ്ഞ പൊടിയല്ല, അന്ന് കട്ട മഞ്ഞ കല്ലിൽ വെച്ചിട്ട് വടുവ അരയ്ക്കും. വടുവ നല്ല അരയ്ക്കും. മല്ലിയും മുളകും നല്ല രീതിയിൽ വറുത്ത് വയ്ക്കും. എന്നിട്ട് അത് ശരിക്കും പറഞ്ഞാൽ ആ കറി ഒരു ലുലുമളായിരിക്കും, എല്ലായിടത്തും കാണും. അതിനകത്ത് ഉലുവ വറുത്ത് ഒരു സൈഡ് പേപ്പറിൽ മാറ്റി വയ്ക്കും. ഉലുവയുടെ മണം, നമ്മൾ ഈ മീൻ കറി കഴിച്ചിട്ട് മീനിൻ്റെ മണം വരുന്നത് ഉലുവയുടെ മണമായിരിക്കണം ഇത്. എന്നിട്ട് മീനിൻ്റെ പുറത്തുള്ള ഈ സിൽവർ, പുറത്തൊരു സിൽവറുണ്ട്. ഈ ചൂരയാണെങ്കിൽ എൻ്റെ സിൽവറൊക്കെ അത് ഈ അരപ്പ് പിടിക്കില്ല, അതുകൊണ്ട് സിൽവറൊക്കെ മാറ്റിയിട്ട് എൻ്റെ മാംസം മാത്രം എടുത്ത് വെച്ചിട്ട് പിന്നെ കരിവേപ്പില, നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കരിവേപ്പില, കടുക് ഇതൊക്കെ ഇട്ട് ഇത് നല്ല വടുവ അരച്ചിട്ട് തേങ്ങയും ഇതിൽ കൂടെ ഇട്ട് പിന്നെ ചൂടാക്കും. അതായത് വറുത്തിട്ട് എല്ലാം കൂടെ ഇട്ട് അരച്ച് ഇങ്ങനെ ഉരുട്ടി കല്ലിൻ്റെ സൈഡിൽ വയ്ക്കും. ഇത് ഈ മീൻകറിയിലിടുന്ന ഈ സാധനം മതി ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ. അതിന് ഒരല്പം മതി ചോറ് കഴിക്കാൻ. പിന്നെ എല്ലാ സാധനങ്ങളും മുരിങ്ങയ്ക്ക, തക്കാളി, ചക്കേരി എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും അതിനകത്ത് കാണും. കാരണം എന്താ പറയുക, വേറൊരു കറിയില്ല, അഡീഷണൽ വേറെ ഒരു സാധനത്തിലേക്ക് തൊടയില്ല. ഇപ്പൊ തോരനൊന്നുമില്ല, എല്ലാം കൂടെ ഈ കറിക്കകത്തിലാണ്.